1991 ഓഗസ്റ്റ് 30 മലയാള സിനിമയിൽ ഒരു ദുരന്തം നടന്ന ദിവസം. നടൻ വിൻസെൻ്റ് അന്തരിച്ചു. 45-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മസ്തിഷ്ക രക്തസ്രാവമായിരുന്നു മരണകാരണം. വിൻസെൻ്റ് ആരായിരുന്നു എന്നറിയണമെങ്കിൽ 1970-കളിലെ ചിത്രങ്ങൾ കാണണം. ഡ്യൂപ്പ് കൂടാതെ സംഘടന രംഗത്തിൽ അഭിനയിക്കാനുള്ള മികവ് പുലർത്തിയ ആദ്യത്തെ നടൻ, കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ, അതൊക്കെയായിരുന്നു വിൻസെൻ്റ്. വിൻസെൻറ്റിൻ്റെ കോളിനോസ് ചിരി അക്കാലത്ത് സ്ത്രീകളുടെ മനം ഇളക്കിയിരുന്നു. അത്ര മനോഹരമായിരുന്നു വിൻസെൻറ്റിൻ്റെ ചിരി. വിൻസെൻ്റ് ഒരു കാലഘട്ടത്തിൻ്റെ കൾട്ട് ഫിഗറായിരുന്നു. വിൻസെൻറ്റുമായി ആദ്യം അടുത്തത് ജയഭാരതി. കൊച്ചിയിലൊരു കമ്പനിയിലായിരുന്നു വിൻസെൻറ്റിന് ജോലി. ആ കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ ആ കമ്പനിയുടെ ബ്രാഞ്ചിലേക്ക് ജോലി തേടി എത്തിയതായിരുന്നു വിൻസെൻ്റ്. അവിടെ വെച്ചാണ് സിനിമാ അഭിനയം വിൻസെൻറ്റിനെ പിടികൂടിയത്. അതിനു മുമ്പ് തന്നെ ഈ കമ്പനിയുടെ നാടകങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ ആഘോഷങ്ങൾ വരുമ്പോൾ നാടകങ്ങളുണ്ടാവും. നാടകങ്ങളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമാ അഭിനയം മുറുകെ പിടികൂടിയപ്പോൾ റെസ്റ്റ് ഹൗസിലൂടെ അദ്ദേഹം സിനിമയിലെത്തി. പിന്നീട് ജയഭാരതിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. നിത്യഹരിത നായകൻ പ്രേം നസീർ 3 ചിത്രങ്ങളിലാണ് പ്രതിനായക വേഷം ചെയ്തത്. 1 ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രം, 2 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രം. ഈ 2 ചിത്രങ്ങളിലും പ്രതിനായകനാണെങ്കിലും നായകതുല്യ വേഷമായിരുന്നു. നായകൻ തന്നെയായിരുന്നു പ്രേം നസീർ. പക്ഷേ അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ പ്രേം നസീർ പരിപൂർണ വില്ലനായി അഭിനയിച്ചു. ജയഭാരതിയും തമിഴ്നാടി കാഞ്ചനയുമായിരുന്നു നായികമാർ പ്രേം നസീറിൻ്റെ. ആ ചിത്രത്തിൽ നായകൻ വിൻസെൻ്റ് ആയിരുന്നു. ജയഭാരതിയുടെ നിർബന്ധം കാരണമാണ് പ്രേം നസീർ വില്ലൻ വേഷം ചെയ്യാൻ തയ്യാറായത്. അഴകുള്ള സെലീന വലിയ വിജയമായില്ല എന്നത് യാഥാർത്ഥ്യം. കാരണം പ്രേം നസീറിനെ വില്ലൻ വേഷങ്ങളിൽ കാണാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ജയഭാരതിയും വിൻസെൻ്റും തമ്മിൽ അടുപ്പത്തിലായി. ഇരുവരും തമ്മിലുള്ള പ്രണയം ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ പാട്ടായി മാറി. ജയഭാരതി അന്ന് ഹാരി പോത്തൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഹാരി പോത്തൻ്റെ ഭാര്യയായി ജയഭാരതി കഴിയുകയായിരുന്നു. ജയഭാരതി മറ്റു നടന്മാരെ നോക്കുന്നതോ മിണ്ടുന്നതോ ഒന്നും ഹാരി പോത്തന് ഇഷ്ടമില്ലായിരുന്നു. വിൻസെൻ്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം ഹാരി പോത്തൻ അറിഞ്ഞു. ഹാരി പോത്തൻ്റെ ഗുണ്ടകൾ വിരട്ടി ജയഭാരതിയെയും വിൻസെൻറ്റിനെയും. പക്ഷേ ജയഭാരതി വിൻസെൻറ്റിനോടൊപ്പം പോകാൻ തന്നെ തയ്യാറായി. ഒടുവിൽ ഗുണ്ടകൾ വിൻസെൻറ്റിനെ മർദ്ദിക്കാൻ ചെന്നു. പേടിച്ചു പറച്ച വിൻസെൻ്റ് ആ ഉദ്യമത്തിൽ നിന്ന്, ആ പ്രണയത്തിൽ നിന്ന് പിന്മാറി. വിൻസെൻറ്റിനെ പ്രണയിച്ച മറ്റൊരു സൂപ്പർ നടിയാണ് ശ്രീദേവി. ആദ്യഘട്ടത്തിൽ ശ്രീദേവി മലയാള സിനിമയിലും തമിഴ് സിനിമയിലുമാണ് അഭിനയിച്ചത്. പിന്നീടാണ് ബോളിവുഡിൽ പോയി സൂപ്പർ താരമായി അല്ലെങ്കിൽ സൂപ്പർ നടിയായി മാറിയത്, ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത്. ശ്രീദേവിയുടെ മനസ്സിലാക്കിയ കോളനിയോസ് പുഞ്ചിരി വിൻസെൻ്റിൻ്റെതായിരുന്നു. വിൻസെൻറ്റും ശ്രീദേവിയും തമ്മിലുള്ള പ്രണയം ജയഭാരതിക്ക് ശേഷമാണിത് സംഭവിച്ചത്. അവർ തമ്മിലുള്ള പ്രണയം അക്കാലത്ത് വലിയ ചർച്ചാ വിഷയം ആയിരുന്നു. ശ്രീദേവിക്ക് വിൻസെൻറ്റിൻ്റെ പൗരുഷവും വിൻസെൻറ്റിൻ്റെ ചിരിയും ഒക്കെ ഹൃദയസ്ഥമായിരുന്നു. പക്ഷേ വിൻസെൻ്റ് ശ്രീദേവിയുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്മാറി. അതിന് കാരണം വിൻസെൻറ്റിന് തൻ്റെ കുടുംബത്തോടുള്ള ഒരു ശക്തമായ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. ശ്രീദേവി പിന്നീട് ലോകോത്തര നടിയായി മാറുന്നത് ദൂരെ നിന്ന് കണ്ടു വിൻസെൻ്റ്. ജയൻ തരംഗം വന്നപ്പോൾ വിൻസെൻറ്റിനെ ആർക്കും വേണ്ടാതായി മാറി. വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് സഹനടനായും ഗസ്റ്റ് റോളുകളിലും ഒക്കെ അദ്ദേഹത്തെ കണ്ടു. വിൻസെൻറ്റിനെ ചിത്രങ്ങളിലെ നായകനായും കണ്ടു. പിന്നീട് അത്ര ഒരു അധപതനമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത്. വിൻസെൻ്റ് ജീവിക്കാൻ വേണ്ടി 5 നക്ഷത്ര ഹോട്ടലുകളിൽ പാട്ടുപാടിയിരുന്നു എന്നൊരു വാർത്തയും ഉണ്ടായി. മദ്രാസിലെ 5 നക്ഷത്ര ഹോട്ടലുകളിൽ പാട്ടുപാടി ഉപജീവനം നയിച്ചു അദ്ദേഹം. വല്ലാത്തൊരു വിധിയാണ് 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച വിൻസെൻറ്റിന് സംഭവിച്ചത്. ജീവിതത്തിൻ്റെ പകുതിയിൽ വെച്ച് തന്നെ 45-ാം വയസ്സിൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. വിൻസെൻ്റ് വിടവാങ്ങിയപ്പോൾ വലിയ അനുസ്മരണങ്ങളൊന്നും ആരും നടത്തിയില്ല. അനുശോചന സന്ദേശങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അയച്ചില്ല. കാരണം അപ്പോഴേക്കും വിൻസെൻ്റ് വിസ്മൃതനായി കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയെ ഇളക്കി മറിച്ച നടൻ,
മലയാള സിനിമയെ ഇളക്കിമറിച്ച ആക്ഷൻ ഹീറോ ഒന്നുമാകാതെ മടങ്ങി. വല്ലാത്തൊരു ദുരന്തം.